ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വിഷയം, ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആയാലും എവിടെ ആയാലും ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഒത്തിരി പേര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതുവഴി പ്രണയം, പിന്നെ ഒളിച്ചോട്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ ഈ കാലത്ത്. അത് മെയിനായിട്ട് നമുക്കിപ്പം പണ്ടത്തെ പോലെ ഇപ്പം അമ്പലത്തിൽ വച്ച് കണ്ടുമുട്ടി, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് കണ്ടുമുട്ടി. അന്നൊന്നും ഫോണില്ലാത്ത കാലമല്ലേ. അന്ന് നമ്മൾ വീണ്ടും കാണണമെങ്കിൽ എന്ത് ചെയ്യും? നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോയി കാണും, ഇല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് കാണും. അന്ന് നമ്മൾക്ക് ഒരു കത്തിലൂടെയൊക്കെ ആയിരിക്കും നമ്മളെ ഇഷ്ടം പറയുന്നതും. അല്ലെങ്കിൽ പിന്നെ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പം കാണാൻ പറ്റും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ചേട്ടനും അമ്മയും. എന്ന് വെച്ചാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അന്നൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പാടായിരിക്കും അല്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് പിറ്റേന്ന് നമ്മളിങ്ങനെ ഇരിക്കും ആ ടൈമിൽ, ഇല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ വെച്ച് കാണുക. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളന്ന് കണ്ടുകൊണ്ടിരുന്നതും. പ്രണയമെല്ലാം അങ്ങനെ ആയിരുന്നല്ലേ. പ്രണയത്തിന് നമുക്ക് അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, പിന്നെ ഇപ്പം ഒന്ന് കത്തിലൂടെ അല്ലെങ്കിൽ നേരിട്ട് പറയുക. പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ ഡെയിലി വിളിക്കാനും കാര്യങ്ങളൊന്നും. അന്ന് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് 80s ആ ഒരു ടൈമിലാണ് കേട്ടോ. സോറി, 90 ആ ടൈമിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നീടാണ് ഫോണും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ദൂരം പോയല്ലേ, ഒത്തിരി വളർച്ചയെത്തി. ഇപ്പോഴത്തെ പ്രണയമൊക്കെ എന്ന് പറയുന്നത് നേരെ കാണും, ഫോണിൽ കൂടെ തന്നെ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹായ് ഇട്ട് പിന്നെ അവിടെ സംസാരിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ വരുന്ന പ്രണയങ്ങളാണല്ലേ. അപ്പം അതിൽ ഞാൻ ഇന്ന് മെയിനായിട്ട് ഇത് പറയാൻ കാരണം, ഇത് കേൾക്കുന്ന സഹോദരിമാരായാലും അങ്ങനെ സഹോദരിമാരോടാണ് മെയിനായിട്ട്. നമ്മൾ ഒരിടത്തും നമ്മൾ ആലോചിക്കാതെ എടുത്ത് ചാടി ഒരു ചതിക്കുഴിയിലും വീഴാതിരിക്കുക. മെയിനായിട്ട് ഇപ്പം നമ്മളൊരു മെസ്സേജ് വരുന്നു, അത് കണ്ടിട്ട് നമ്മൾ മെസ്സേജ് ഇടുന്നു. പ്രൊഫൈൽ പിക്ചർ നന്നായിരിക്കും, അത് കണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ അതല്ലേ, ഇപ്പോൾ ആൾക്കാർ നോക്കുന്ന സൗന്ദര്യം, പിന്നെ കാറുണ്ടോ പൈസയുണ്ടോ എന്നൊക്കെ അല്ലേ മെയിനായിട്ട്. ഇല്ലാതെ എല്ലാവരും അല്ല, കുറേ ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം എന്നിട്ട് ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയേണ്ടത്, പണ്ടത്തെ പ്രണയമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊന്നും നമ്മൾ പ്രണയം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇപ്പം ശാരീരികമായിട്ടുള്ളൊരു ബന്ധമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്കവാറും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോഴൊക്കെ നടക്കുന്നത് മിക്കയിടത്തും. ഇപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പം നമുക്ക് ഓരോരോ കണ്ടു കഴിഞ്ഞ് അവൻ പതുക്കെ കാമുകനായിട്ടിരിക്കുന്ന ഒരാൾ തന്നെ നേരെ അവൻ്റെ ചില ആൾക്കാരുടെ, എല്ലാവരും അല്ല, നമ്മൾ 100% ആരെയും തെറ്റ് പറയുന്നില്ല. ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. പ്രണയം വരും, പിന്നെ അത് ഒളിച്ചോട്ടമായി, പിന്നെ ഒരു കുഞ്ഞാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് പുള്ളിക്കാരനെ രണ്ടുപേർക്കും കുറേ പൈസയൊക്കെ കഴിയുമ്പോൾ പിന്നെ വഴക്കായി, പിന്നെ കൊണ്ട് വീട്ടിൽ ഒന്ന് തിരിച്ചു കൊണ്ടാക്കുക, ഇല്ലെങ്കിൽ കളയുക, പിന്നെ വേറൊരു രീതിയിലോട്ട് പോകും അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സഹോദരിമാരോട് പറയേണ്ടത്, നമ്മൾ നിർത്തേണ്ടടുത്ത ഒരു പ്രണയം എന്ന് പറയുമ്പോഴെന്താണ്, ആത്മാർത്ഥത ആയിട്ടുള്ള പ്രണയമാണെങ്കിൽ നമ്മൾ സംസാരിക്കുക, കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക, പിന്നെ മറ്റുള്ള തലത്തിലോട്ട് അതിനെ കൊണ്ടുപോകാതിരിക്കുക. അതെല്ലാം നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് നിർത്തുക. ഇല്ലാതെ ഇന്ന പാല് തേന ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വരും. അപ്പം അതെല്ലാം നോക്കിയും കണ്ട് നമ്മൾ നിൽക്കുക. ഇപ്പം മുള്ളു വന്ന് ഇലയിൽ വീണാൽ, ഇല വന്ന് മുള്ളിൽ വീണാൽ അതിനാണ് ഇലയ്ക്ക് തന്നെയാണ് കേട് അല്ലേ. അത് കേട്ടിട്ടില്ലേ? ആ ഒരു ഇത് കേട്ടിട്ടുള്ളതാണല്ലോ. അത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരു ആണുങ്ങൾ എന്ത് ചെയ്താലും എല്ലാം വരുന്നത് ലാസ്റ്റ് പെണ്ണിൻ്റെ മേൽക്കായിരിക്കും പഴി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ചിലവർ ചെയ്യുന്നതൊക്കെയാണ്, വീഡിയോ കോൾ ചെയ്യും, അതും പറയും ഒരിക്കൽ കണ്ടാൽ മതി എന്ന ഒരു പ്രലോഭനത്തോട് കൂടി പലരും പറയും ചക്കര തേനെ പാനെ. അപ്പം പുള്ളിക്കാരൻ അത് അതർ സൈഡിൽ നിൽക്കുന്ന ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? അപ്പോൾ അതെല്ലാം നോക്കി കണ്ട് ചെയ്യുക. അത് പിന്നെ വേറൊരു സൈറ്റിലോ വേറെ എവിടെയെങ്കിലും കാണുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട്
അപ്പം എതിരെ നിൽക്കുന്ന ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോകും. അപ്പോൾ ആ ബന്ധം അവിടെ സ്റ്റോപ്പായി. അത് പിന്നീട് എന്തെങ്കിലും ഒരു വൈരാഗ്യം വരുമ്പോൾ അവൻ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നീടായിരിക്കും അത് വെച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നത്. അതൊക്കെയല്ലേ ചില സ്ഥലത്ത് നടക്കുന്നത്. അപ്പം ഒരു നിമിഷത്തെ ഒരു പെട്ടെന്നുള്ള ഒരു സന്തോഷവും പെട്ടെന്നുള്ള ഒരു വികാരവും എല്ലാം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറ്റിപ്പോകുന്നു. പക്ഷേ അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറയുക, പിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തുക. പിന്നെ ആവശ്യമായിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതിരിക്കുക, വീഡിയോ എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. വീഡിയോ കോൾ പരമാവധി ഒഴിവാക്കുക. ഒഴിവാക്കണമെങ്കിലും മറ്റുള്ള തലത്തിലോട്ട് പോകാതെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഞാൻ അതേ പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. പല മനുഷ്യരും പല തലത്തിലാണ്. ചില ആൾക്കാർ ജെന്യൂനായിരിക്കും. നമുക്ക് ഈ കാലത്ത് പലയിടത്തും പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല. ഓരോ സൈറ്റുകളിലും അത് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡായി പോകുന്നെങ്കിൽ പിന്നെ നമ്മളെ ജീവിതം പോയല്ലേ. നമ്മൾ പിന്നീടായിരിക്കും ആരെങ്കിലും വഴി അറിയുന്നതല്ലേ ഇന്നടുത്ത് ഇന്ന ഇതുണ്ട്. അത് നിങ്ങൾ പോലും അറിയാത്തതായിരിക്കും അത് വേറെ ഒരു തലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അവരവരെ ശ്രദ്ധിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ നിൽക്കുക. പിന്നെ വെറുതെ ആവേശത്തിൽ ഒരു സന്തോഷത്തിലും കുറേ ആൾക്കാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാം വാങ്ങിത്തരാനും എല്ലാം കാണും. അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുക. എപ്പോഴും ആ സന്തോഷത്തിനിടയ്ക്ക് നമ്മളെ ശരീരവും നമ്മളെ കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വേറെ ആരും ചെയ്യത്തില്ല. അത്രയ്ക്കുള്ള അമ്മയും അച്ഛനൊക്കെ ചെയ്യും. അവരെയും പറയുന്ന കേൾക്കാതെയല്ലേ നമ്മൾ വേറൊരു തലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും പോകാതിരിക്കുക. ആർക്കും ഒന്നും വരാതിരിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അതിനാണ് ഈ പറഞ്ഞത്. നമ്മൾ ആവേശത്തിൽ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു തിളപ്പിൽ നമ്മളെല്ലാം കാണിക്കും. പക്ഷേ വലുതാകുമ്പോൾ നമ്മൾ ഇപ്പം ആവശ്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി. ചിലയിടത്തേക്ക് കണ്ടില്ലേ, ഇപ്പം 16 വയസ്സായ കൊച്ച് പ്രസവിച്ചു, 13 വയസ്സായ കൊച്ച് പ്രസവിച്ചു. പിന്നെ അത് റിലേഷൻ ആ പ്രസവിക്കുന്നതിന് കാരണമായി ഗർഭത്തിന് കാരണം ഞാൻ പറയേണ്ടത് നമ്മൾ കാണുന്നതല്ലേ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു ആരിനി എന്ത് പറഞ്ഞിട്ടായാലും നിങ്ങൾ ഒന്നിനും നമ്മളെ ശരീരത്തിലോ ഒന്നിലും തൊടാൻ സമ്മതിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അമ്മയുടെ അടുത്ത് പറയണം. അതും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിൻ്റെ കൂടെ പറയാം അല്ലേ. ടീച്ചർമാരുണ്ട്, അവർ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. അതുവഴി നിങ്ങളെ പുറം ലോകം അറിഞ്ഞ് പോലീസ് അത് ആ രീതിയിലെടുക്കുക. ആരെയും അമിതമായി, ഇനി സഹോദരങ്ങളല്ല അച്ഛനല്ല ആരായാലും നിങ്ങളെ ഉപദ്രവിക്കുകയോ എന്ത് ചെയ്യുന്നെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്മയോടോ അമ്മുമ്മയോടോ അവരെയൊക്കെ ഒന്ന് അറിയിക്കുക. ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാം അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക കേട്ടോ. എല്ലാം നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ നീക്കി. എല്ലാം നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നീക്ക്. ഇല്ലാതെ നമ്മൾ പാലതേനെ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരും. എല്ലാവരും ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്, നിങ്ങൾ അടുപ്പിക്കുകയും ചെയ്യരുത്. ഒരു സ്നേഹമാണെങ്കിൽ സ്നേഹം ആ വേറെ തലത്തിലാണ്. സംസാരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാരൊക്കെ ചേർന്ന് വീട്ടിൽ പറഞ്ഞ് തന്നെ നിങ്ങൾ കല്യാണം നടത്തുക. ഇല്ലാതെ ഒളിച്ചോട്ടമൊന്നും അത് ശാശ്വതമല്ല. അത് നിങ്ങൾക്കൊരു ഒരാളോടെ പെട്ടെന്ന് കണ്ട് ഒരു 2 കൊല്ലം 1 കൊല്ലം കണ്ടെന്ന് പറഞ്ഞിട്ട് ഫുള്ളങ്ങ് ജീവിതം എന്ന് പറയുന്നത് വേറെ ഒരു ഇതാണ്. നമുക്ക് ജീവിതത്തിലോട്ട് കടക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കുറച്ച് ദിവസം സന്തോഷം കാണും, വീണ്ടും കൊച്ചായി കഴിഞ്ഞാൽ വീണ്ടും പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം വീട്ടിൽ തന്നെ അറിയിക്കുക. അവർ അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളത് ചെയ്യുക കേട്ടോ. ആരും പെട്ടെന്നൊരു സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്യും. ബാക്കി പിന്നീട് കിടന്ന് ജീവിതാവസാനം വരെ നമ്മൾ കിടന്ന് കണ്ണീര് കുടിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.